നമസ്കാരം. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാകുമ്പോൾ ലോക്സഭയിൽ 237 സീറ്റോടെ പ്രതിപക്ഷത്തിന്റെ ശക്തമായ സാന്നിധ്യം സഭയിൽ ഉറപ്പായിട്ടുണ്ട്. 10 വർഷത്തിന് ശേഷം ആദ്യമായാണ് കോൺഗ്രസ് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വരുന്നത്. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്തതോടെ 10 വർഷമായി ശൂന്യമായി കിടന്ന പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനത്തേക്ക് രാഹുലിന്റെ വരവ് ജനാധിപത്യത്തിന്റെയും ഭരണഘടനയും ഉന്നതമായിട്ടുള്ള മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ രാഹുൽ ഗാന്ധിക്ക് കിട്ടുന്ന ഏറ്റവും വ്യക്തമായിട്ടുള്ള അവസരം കൂടിയാണിത്. പ്രതിപക്ഷമെന്നാൽ ലോക്സഭയിലും നിയമസഭയിലും സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്ന ഒരു പക്ഷമെന്ന ധാരണ സൃഷ്ടിക്കാൻ ഭരണപക്ഷ അംഗങ്ങൾ എപ്പോഴും ശ്രമിക്കാറുണ്ട്. ചർച്ചകൾ ബഹിഷ്കരിച്ചുള്ള ഇറങ്ങിപ്പോക്ക് പ്രതിഷേധം പ്രകടിപ്പിക്കാനുള്ള ഏറ്റവും ശക്തമായ മാർഗമായി പ്രതിപക്ഷം സ്വീകരിക്കുന്നത് പലപ്പോഴും ജനാധിപത്യത്തെ ദുർബലപ്പെടുത്താനേ ഇടയായിട്ടുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം. ചർച്ചകൾ കൂടാതെ ബില്ലുകൾ പാസ്സാക്കുന്നത് അത് വഴിയൊരുക്കുന്നതിലാണ് പല നിയമങ്ങളിലും ജനവിരുദ്ധമായിട്ടുള്ള ഏകാധിപത്യ പ്രവണതകൾ കടന്നു വരുന്നത്. ബില്ലുകളെ സംബന്ധിച്ച് വ്യക്തമായി പഠിച്ച് കാര്യകാരണ സഹിതം അപാകതകൾ ചൂണ്ടിക്കാട്ടിയാൽ ഭൂരിപക്ഷം ഉണ്ടായാൽ പോലും ഭരണപക്ഷത്തിന് ബില്ലുകളിൽ മാറ്റം വരുത്തേണ്ട ആവശ്യകത ബോധ്യപ്പെടും. ഈ ഒരു പ്രക്രിയ ഇപ്പോൾ ജനപ്രതിനിധി സഭകളിൽ ഏതാണ്ട് ഇല്ലാണ്ടായി വരികയാണ്. ഇതിന് ഭരണപക്ഷത്തിലേറെ പ്രതിപക്ഷത്തെ തന്നെയാണ് കുറ്റപ്പെടുത്തേണ്ടത്. പ്രതിപക്ഷത്തിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് സഭകളിൽ അവർ നടത്തുന്ന ക്രിയാത്മകമായ ഇടപെടലുകളും ചർച്ചകളുമാണ്. ഈ ഒരു വഴിക്ക് മാറ്റം കൊണ്ടുവരാൻ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ രാഹുൽ ഗാന്ധി ശ്രദ്ധിക്കും. ഭരണപക്ഷത്തിന്റെ എല്ലാ തീരുമാനങ്ങളെയും കണ്ണടച്ച് എതിർക്കുന്ന സമീപനമല്ല പ്രതിപക്ഷ നേതാക്കളുടെയും പ്രതിപക്ഷ കക്ഷികൾ സ്വീകരിക്കേണ്ടത്. ജനങ്ങൾക്ക് ഹിതകരവും ഗുണകരവുമായ തീരുമാനങ്ങളെ സ്വാഗതം ചെയ്യുകയും അത് കൂടുതൽ സ്വീകാര്യമാക്കാനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കുകയും ചെയ്യുന്നതാണ് പ്രതിപക്ഷത്തിന്റെ കടമ. അതേസമയം സമൂഹത്തിൽ വേർതിരിവുണ്ടാക്കുന്ന ചേരിതിരിവുകൾ സൃഷ്ടിക്കാനും ഭരണ നടപടികൾ സഭയിൽ പുറത്തും ശക്തമായി എതിർക്കാനുള്ള നേതൃശേഷി രാഹുൽ ഗാന്ധി പ്രകടിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കാം. BJPക്ക് 10 വർഷത്തിനു ശേഷം സ്വന്തമായി ഭൂരിപക്ഷമില്ലാത്ത ലോക്സഭയാണിത്. പ്രധാനമായി തെലുങ്ക് ദേശം പാർട്ടിയുടെയും JDUവിന്റെയും പിന്തുണ ഭരണം നിലനിർത്താൻ അത്യാവശ്യമാണ്. ജാതി സെൻസസ് നടത്തുന്ന രാജ്യത്തെ ജനങ്ങളെ ജാതിയുടെ പേരിൽ വേർതിരിക്കുന്നതിന് ഇടയാകുമെന്നാണ് BJPയുടെ നിലപാട്. എന്നാൽ ജാതി സെൻസസ് രാജ്യത്താകെ നടപ്പാക്കുമെന്ന് ആവശ്യപ്പെടുകയും ബീഹാറിൽ നടപ്പാക്കുകയും ചെയ്ത പാർട്ടിയാണ് നിതീഷ് കുമാറിന്റെ JDU. രാജ്യത്ത് ജാതി സെൻസസ് നടത്തുമെന്ന് പ്രകടന പത്രികയിൽ വാഗ്ദാനം നൽകിയിട്ടുള്ള പാർട്ടിയാണ് കോൺഗ്രസ്. ഇന്ത്യ സഖ്യത്തിലെ പ്രമുഖ ഘടകകക്ഷിയിലൊന്നായ DMK തമിഴ്നാട്ടിൽ ജാതി സെൻസസ് നടത്തുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ ജാതി സെൻസസ് രാജ്യവ്യാപകമായി നടത്തുമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രക്ഷോഭങ്ങളുടെ നേതൃസ്ഥാനം രാഹുൽ ഗാന്ധി ഏറ്റെടുക്കുകയും പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ അതിനായി ശബ്ദമുയർത്താൻ ചെയ്യുന്ന സുവർണ അവസരമാണ് രാഹുൽ ഗാന്ധിക്ക് കൈവന്നിരിക്കുന്നത്. സന്ദർഭത്തിന് ഉയർന്ന രാഷ്ട്രീയ പക്വതയോടെ ഈ അവസരം രാഹുൽ വിനിയോഗിച്ചാൽ മോദിക്ക് പകരം നിൽക്കാൻ ഇന്ത്യയിൽ മറ്റൊരു നേതാവില്ല എന്ന ചിലരുടെ പ്രചരണം അസ്ഥാനത്താവും.